എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും പറയാറുണ്ട്, ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നേ. ആവർത്തന വിരസത നമുക്കുണ്ടാകരുത്. കാരണം നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രഭാതത്തിൽ പാടിയിട്ടുണ്ട്, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. അപ്പൊ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന എത്രയോ പേർ ലോകം വിട്ടുപോയി. ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ പ്രിയപ്പെട്ടവർ കുവൈറ്റിൽ ഉറങ്ങിക്കിടന്നു. ജോലി കഴിഞ്ഞു വന്ന് സുഖമായിട്ട് ഉറങ്ങി. പ്രഭാതം കണ്ടിട്ടില്ല, പിന്നെ ഉണർന്നിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളാൽ രാത്രി ഉറങ്ങിയ എത്രയോ ജീവിതങ്ങൾ ഉണരുവാൻ കഴിയാതെ പോയി. അങ്ങനെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ നമുക്കുള്ളതുകൊണ്ടാണ് ഓരോ ദിവസവും നാം ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടത്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. സാത്താൻ വാദിക്കുന്നത്, വെറുതെയാണോ യോബ് ഭക്തനായിരിക്കുന്നത്? നീ അവന് വേലിയിട്ടിട്ടുണ്ട്, അവന്റെ വീടിന് വേലിയിട്ടിട്ടുണ്ട്, അവനുള്ള സകല സമ്പത്തിനും വേലിയിട്ടിട്ടുണ്ട്. പിന്നെ ഭക്തനായിരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? നീ അവനെ തൊട്ടു നോക്കൂ, അവന്റെ സമ്പത്തിനെ തൊട്ടു നോക്ക് എന്നിങ്ങനെ യോബിന് വേണ്ടി പിശാച് ദൈവത്തോട് വാദിക്കുകയാണ്. പിശാചിന്റെ ചിന്ത, ഒരുവൻ ഭക്തനായിരിക്കുന്നതിന്റെ കാരണം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. എന്നാൽ അതല്ല ഒരുവന്റെ ഭക്തി എന്ന് യോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ 3 വേലികൾ യോബിന് വേണ്ടി ദൈവം കെട്ടിയിട്ടുണ്ട്. അത് സാത്താൻ ദൈവത്തോട് പറയുകയാണ്. യോബിന് പോലും ഒരുപക്ഷെ അത് അറിയാമെന്നറിയില്ല. എന്നാൽ സാത്താൻ അത് അറിയാം. സാത്താൻ പറയുന്നു, നീ അവന് വേലിയിട്ടിട്ടുണ്ട്. 2, അവന്റെ വീടിന് വേലിയിട്ടിട്ടുണ്ട്. 3, അവനുള്ള സകലത്തിന് നീ വേലിയിട്ടിട്ടുണ്ട്. നാം അറിയാതെ തന്നെ കുറഞ്ഞ പക്ഷം 3 വേലികൾ ദൈവം നമുക്ക് കെട്ടിയിട്ടുണ്ട്. നമുക്ക് വേലിയുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിപ്പാൻ ഇടവരികയില്ല. നമ്മുടെ വീടിന് അവൻ വേലിയിട്ടിട്ടുണ്ട്. അതല്ലേ 91-ാം സങ്കീർത്തനം പറയുന്നു, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾക്ക് വേലിയുണ്ട്. 3, നമ്മുടെ സർവ്വ സ്വത്തിനും വേലിയുണ്ട്. എത്ര സുരക്ഷിതമായിട്ട് അത്ഭുതകരമായിട്ട് ആ ദൈവം നമ്മെ കാക്കുന്നതെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. നമുക്ക് സുരക്ഷിതത്വം തരുവാൻ ഇതിലപ്പുറം വേറെ ആർക്ക് കഴിയും? ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടുവാനും ആശ്രയിപ്പാനും കഴിയണം. വ്യക്തിപരമായി നമുക്ക് വേലി കെട്ടിയിരിക്കുന്ന ദൈവം, വീടിന് വേലി കെട്ടിയിരിക്കുന്ന ദൈവം, നമുക്കുള്ള സകലത്തിനും വേലി കെട്ടിയിരിക്കുന്ന ദൈവം, അവൻ അനുവദിക്കാതെ അത് പൊളിക്കാൻ ആർക്കും കഴിയില്ല.
ദൈവം അനുവദിക്കണം. ഇനി എന്തിനു പറയുന്നു? പ്രാണനെ തൊടണമെങ്കിൽ പോലും ദൈവം അനുവദിക്കണം. കാരണം ദൈവം സാത്താനോട് പറയുന്നു, അവന്റെ പ്രാണനെ തൊടരുതേ. വെളിപ്പാട് പുസ്തകം നാം പറയുന്നു, നാം വായിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അറിയാതെ ഒരു വ്യക്തി മരിക്കുന്നില്ല. ആളുകൾ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആകയാൽ നമുക്ക് വേലി കെട്ടി നമ്മെ സൂക്ഷിപ്പാൻ, നമ്മെ കരുതുവാൻ അവൻ അനുവദിക്കാതെ വണ്ണം ആർക്കും നമ്മുടെ വേലി വിളിക്കാൻ കഴിയില്ല. ആ ദൈവത്തിൽ ആശ്രയിപ്പാനും ശരണപ്പെടുവാനും നമുക്ക് കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഇന്നേ ദിവസം വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.